Hi dears, welcome to English classes at Radhika. Learning to listen is a chapter from the book AEC-English for Communications. SNGOയുടെ latest FYUGP syllabusലെ AEC Ability Enhancement course ആയിട്ടുള്ള English for Communication എന്ന ബുക്കിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ലേണിംഗ് ടു ലിസൺ. അപ്പോൾ എങ്ങനെയാണ് ലിസണിങ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അതായത് ശ്രദ്ധിക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ എങ്ങനെയാണ് ഏതൊക്കെ മാർഗത്തിലൂടെയാണ് നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. There are 5 steps involving in listening. They are, the first one is hear, next is filter, comprehend, remember and respond. ലിസണിങ്ങിന് 5 സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് ഹിയർ. ഹിയർ പറഞ്ഞു വെച്ചാൽ ദ ഫസ്റ്റ് എസെൻഷ്യൽ സ്റ്റെപ്പ് ഈസ് ഹിയറിങ്. ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് പെർസീവിങ് സൗണ്ട്. നമ്മൾ കേൾക്കുന്ന സൗണ്ട് എന്താണെന്ന് കേൾക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. അതിൽ മീനിങ് എന്താണ്, അതിൽ വേർഡുകളുണ്ടോ എന്ന കാര്യമൊന്നും നമ്മൾ നോക്കുന്നില്ല. ആ സമയത്ത് ഹിയർ പറഞ്ഞു വെച്ചാൽ സൗണ്ട് അല്ലേ, 4 വരെയുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നതിനാണ് ഹിയർ എന്ന് പറയാം. ഫിൽറ്റർ. In this process, we pay attention to or concentrate on the words we need and filter out those what we do not need to process the information. നമുക്ക് ആവശ്യമുള്ള സൗണ്ട് മാത്രം, വേർഡുകൾ മാത്രം അതിൽ സെലക്ട് ചെയ്യാം. അതിനെയാണ് ഫിൽറ്റർ എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് കോംപ്രിഹെൻഡ്. Once you select the relevant content, understand the retained message from your perspective. നിങ്ങൾ കേട്ട് ആദ്യം ഹിയർ അല്ലേ, കേട്ട് വേണ്ട ഫിൽട്ടർ ചെയ്തു, വേണ്ട വാക്കുകളൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്തു. ആ വാക്കുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനാണ് കോംപ്രിഹെൻഡ് എന്ന് പറയുന്നത്. ദെൻ റിമെമ്പർ. വൈൽ ഹിയറിംഗ് എ ലെക്ചർ യു അബ്സോർബ് ദ കണ്ടന്റ് ആൻഡ് സ്റ്റോർ ദ കണ്ടന്റ് ഇൻ യുവർ മെമ്മറി ഫോർ ഫ്യൂച്ചർ യൂസ്. അപ്പോൾ നമ്മൾ ഒരു ലെക്ചർ അല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കുകയാണെങ്കിൽ കേട്ട് നമ്മൾ മനസ്സിലാക്കി അത് ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓർത്ത് വയ്ക്കുക. അതായത് ഭാവിയിൽ പിന്നെ കുറേ കാലം കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും. അതിനെയാണ് റിമെമ്പർ എന്ന് പറയാം. ദെൻ റെസ്പോണ്ട്. ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ ലിസണിങ് പ്രോസസ്, ഗിവിംഗ് ഫീഡ്ബാക്ക് ഓൺ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം വാട്ട് യു ഹിയർ. ഓക്കെ, അപ്പം റെസ്പോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഇറ്റ് ഈസ് ദ ഫീഡ്ബാക്ക് സെഷൻ. ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിസൺ കെയർഫുള്ളി, ദെൻ അവർ പറയുന്നത് എന്താണെന്ന് കേട്ട് ആവശ്യമുള്ളതെടുത്ത് കോംപ്രിഹെൻഡ് അല്ലേ, വേർഡ് മീനിങ് മനസ്സിലാക്കി ഓർത്ത് വെച്ച് റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറുപടി പറയാം. ഓക്കെ, ദെൻ വി ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലാരിഫൈ യുവർ ഡൗട്ട്സ് ഇൻ ദിസ് റെസ്പോൺസ് സെഷൻ ഓർ റെസ്പോണ്ട് ഏരിയ. Types of listening. Which are the types of listening? The first one is appreciative listening. That is during our free time we used to listen to music അല്ലേ. അങ്ങനെ വെറുതെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള ലിസണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്രീഷിയേറ്റീവ് ലിസണിങ്. ദിസ് ഈസ് ഫോർ യുവർ പ്ലഷർ, റൈറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോംപ്രിഹെൻസീവ് ലിസണിങ്. വെൻ യു ആർ ലേണിംഗ് യു ലിസൺ ടു കോംപ്രിഹെൻഡ് ദ കോണ്ടന്റ് ഓഫ് ദി ഓഡിയോ. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കോണ്ടന്റ് എന്താണെന്നുള്ളത് നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്യും, അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ദാറ്റ് ഈസ് കോംപ്രിഹെൻസീവ് ലിസണിങ്. Then next one is empathetic listening. We listen to the emotions of our fellow beings അല്ലേ. മറ്റൊരാളുടെ സങ്കടങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാൾ അവരുടെ കഥകളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഒരാളോട് അനുകമ്പ തോന്നുകയാണെങ്കിൽ അവരുടെ വർത്തമാനം കേട്ട്, ദാറ്റ് ഈസ് എംപത്തറ്റിക് ലിസണിങ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്രിട്ടിക്കൽ ലിസണിങ്. Critical listening occurs when we are listening to scrutinize a message and pick something apart. അതായത് ഒരു കാര്യം കേട്ടിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ, നമുക്ക് അതിനെ ക്രിട്ടിക്കലി വിമർശനാത്മകമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ലിസണിങ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ആക്റ്റീവ് ലിസണിങ്. വി ഓൾ നോ വാട്ട് ഇസ് മെന്റ് ബൈ ആക്റ്റീവ് ലിസണിങ്. Active listening involves responding to what somebody just said. You ask question, they respond, and you give an informed response to them. മറ്റുള്ളവർക്ക് മറുപടി പറയാം. അതായത് നമ്മൾ ആക്റ്റീവ് ലിസണിങ് ഉണ്ടെങ്കിലാണ് വി ക്യാൻ റെസ്പോണ്ട് ടു പേഴ്സൺസ്. Then body postures and eye contact are very important in active listening. നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവുക? വിത്ത് അവർ ബോഡി പോസ്ചർ. ദാറ്റ് ഇസ് യു ഷുഡ് ഹാവ് ടു ലുക്ക് ഇൻ ടു ദി ഐസ് ഓഫ് ദി lecturer or the person who is teaching or speaking.
then അതുപോലെ തന്നെ body posture, you are very keen or very attentive body posture is needed for active listening. Listening skills in synchronous communication. Synchronous and asynchronous communication. Synchronous communication is direct communication or real-time interaction where responses are instant. നമ്മൾ ഒരാളെ നേരിൽ കണ്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ ആയാലും നേരിട്ടിട്ട് സംസാരിക്കുന്നു and at that time what is happening, response or feedback is imminent അല്ലേ, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ മറുപടി കിട്ടുന്നു. ടെലിഫോൺ കോൺവെർസേഷൻ ഈസ് ഓൾസോ an example for synchronous communication. Next one is asynchronous communication. That means delayed conversation അല്ലേ. അപ്പോൾ റെസ്പോൺസസ് ഇൻസ്റ്റൻ്റ് അല്ല. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബുക്ക് എഴുതുകയാണ്, അപ്പോൾ ബുക്ക് ആളുകൾ വായിച്ചിട്ട് അതിനുള്ള ഒരു കമൻസ് ഒക്കെ ചിലപ്പോൾ അയച്ചു തരുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ അതുപോലെ എഴുതുന്ന സമയത്തൊന്നും ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഇമ്മിനൻ്റ് അല്ല റെസ്പോൺസ്. ഓക്കെ, ദാറ്റ് ഈസ് അസിൻക്രോണസ് കമ്മ്യൂണിക്കേഷൻ. ഹൗ ക്യാൻ യു മെയിൻറ്റെയിൻ ആക്റ്റീവ് ലിസണിങ്? ആക്റ്റീവ് ലിസണിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഐ കോണ്ടാക്ട്, ബോഡി പോസ്ചർ, എവറിത്തിങ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ആക്റ്റീവ് ലിസണിങ് അല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആക്റ്റീവ് ലിസണിങ് ഉണ്ടാവാൻ വേണ്ടി ചെയ്യേണ്ടത്? ഗിവ് ഇമ്പോർട്ടൻസ് ടു ദി സ്പീക്കർ. ഓക്കെ, ഒരാൾ വർത്തമാനം പറയുമ്പോൾ അയാൾക്ക് മുഴുവൻ ശ്രദ്ധയും കൊടുക്കുക, അയാൾക്ക് മുഴുവൻ ഇമ്പോർട്ടൻസും കൊടുക്കുക. അതായത് നാലുപുറം മറ്റുള്ളിടത്തോ നോക്കിയിരിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അയാൾക്ക് മുഴുവൻ ശ്രദ്ധയും കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവൾ പറയുന്ന കാര്യം മനസ്സിലാവും. ആ സമയത്ത് എന്താണ്, വി കൻ ഇംപ്രൂവ് അവർ ലിസ്ണിംഗ് സ്കിൽ. ഡു നോട്ട് സ്പീക്ക് ഇൻ ബിറ്റ്വീൻ. ക്ലാസ്സിലൊക്കെ ക്ലാസ് എടുക്കണം, ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഇടയിലിരുന്ന് വർത്തമാനം പറയാം, അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ഇറ്റ് വിൽ ഡിസ്ട്രാക്ട് അവർ ലിസ്ണിംഗ് സ്കിൽ ഓർ ഇറ്റ് വിൽ ഡിക്രീസ് അവർ ലിസ്ണിംഗ് സ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവൻ സമയവും ശ്രദ്ധ സ്പീക്കറിന് കൊടുക്കുക. ദെൻ ജെസ്റ്റേഴ്സ് അല്ലേ, നമ്മുടെ ആംഗ്യങ്ങൾ, അതായത് നമുക്ക് ടീച്ചറൊക്കെ കണ്ടാൽ മനസ്സിലാവും നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്, ബിക്കോസ് ഓഫ് യുവർ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ദ വേ ഇൻ വിച്ച് യു ആർ സിറ്റിംഗ്. ദെൻ ക്ലാരിറ്റി ഓഫ് ദ സ്പീക്കർ. വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, സ്പീക്കർ നല്ല ഉഷാറായിരിക്കണം, അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിരിക്കണം. അതർവൈസ് ലിസണേഴ്സ് വോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ സ്പീക്കർ ഈസ് സേയിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, സ്പീക്കർ വളരെ ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജിൽ, ക്ലിയർ ആയ ആക്സെൻറ്റിൽ വിത്ത് പ്രൊനൗൺസിയേഷൻ പറയണം. ദെൻ പങ്ക്ച്വാലിറ്റി. നമ്മളിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞിട്ട് എത്തുന്നുണ്ടെങ്കിൽ വി വിൽ മിസ് ദ ഏർലിയർ പോർഷൻസ്. അപ്പോൾ ആ സമയത്തുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്താണ്, വി വിൽ ലൂസ് ദ കണക്ഷൻ. സോ വി ഷുഡ് ബി പങ്ക്ച്വൽ ഇൻ ദ ക്ലാസ്സസ്. മെയിൻറ്റെയിനിങ് യുവർ പ്രസൻസ്. ഓക്കെ, അതായത് പ്രസൻസ് ഓഫ് മൈൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഫീഡ്ബാക്ക്. പിന്നെ ചില സമയത്ത് നമ്മളുടെ ശ്രദ്ധ വഴിമാറിപ്പോവും. അപ്പോൾ ആ സമയത്ത് ഫീഡ്ബാക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫീഡ്ബാക്ക് മീൻസ് യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ഓർ യുവർ ഡൗട്ട്സ് ടു ദ സ്പീക്കർ. അപ്പോൾ ആ സമയം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും ആ പർട്ടിക്കുലർ സ്പീച്ചിലേക്ക്. ദെൻ ഓപ്പൺ ബോഡി പോസ്ചർ അല്ലേ, കൈയൊക്കെ കെട്ടി എന്താണ് ഡെസ്കിലൊക്കെ തല വെച്ച് കിടക്കുക, അതൊക്കെ ക്ലോസ്ഡ് ബോഡി പോസ്ചേഴ്സാണ്. നല്ല നിവർന്നിരിക്കുക അല്ലേ, അതിനെയാണ് നമ്മൾ ഓപ്പൺ ബോഡി പോസ്ചർ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ആക്റ്റീവ് ലിസണിങ്. Then lecture notes. While the speaker is telling or the teacher is teaching a class, the listeners can write down or jot down lecture notes. അപ്പോൾ നിങ്ങളുടെ ലിസണിങ് കപ്പാസിറ്റി ഇൻക്രീസ് ആവുന്നു മാത്രമല്ല, നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടും പോവില്ല അല്ലേ. അപ്പോൾ ആ എഴുതാനുള്ള ആ ഒരു ടെൻഡൻസിയിൽ യു വിൽ ലിസൺ ടു ദ സ്പീക്കർ വെരി മച്ച്. അവോയ്ഡ് യൂസിങ് മൊബൈൽ ഫോൺസ് അല്ലേ. നമ്മൾ ക്ലാസ്സൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോഴായിരിക്കും വാട്സാപ്പിലെ മെസ്സേജ് വരിക, നമ്മൾ പിന്നെ അത് നോക്കി പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിൻ്റെ കാര്യം മറന്നു പോകും. അപ്പോൾ കുറച്ച് സമയത്തേക്ക് നമ്മൾ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ലിസണിങ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കുറച്ച് സമയത്തേക്കെങ്കിലും യു ഷുഡ് പുട്ട് യുവർ മൊബൈൽ ഫോൺസ് എസൈഡ്. ഡു നോട്ട് ഈറ്റ് അല്ലേ. ക്ലാസ് ഇരിക്കുന്ന സമയത്ത് ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ ഭക്ഷണത്തിലേക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡു നോട്ട് ഈറ്റ് വൈൽ യു ആർ ലിസണിങ് ടു എ ക്ലാസ്. Some tips are there to improve your listening skill. Stay focused. എപ്പോഴും ഫോക്കസ്ഡ്. ആ ഒരു കാര്യം, അതായത് നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു കാര്യം നമ്മൾ എഴുതാമെന്ന് വിചാരിക്കുക, അതിലേക്ക് തന്നെ പൂർണ്ണമായും നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക അല്ലേ, നമ്മുടെ ഫോക്കസ് കൊണ്ടുവരിക. പിന്നെ നമ്മളിപ്പോൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പീക്കറിലേക്ക് മുഴുവൻ ശ്രദ്ധയും ആ സ്പീക്കർക്ക് കൊടുക്കുക.
ഐഡൻറ്റിഫൈ ദി ഇമോഷൻ ഓഫ് ദി സ്പീക്കർ. ഓക്കെ, ആ സ്പീക്കർ ഏത് ഇമോഷനിലാണ് വർത്തമാനം പറയുന്നത്, അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻ ദ ഇമോഷൻ ഓഫ് ദി സ്പീക്കർ വിൽ ചേഞ്ച്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇമോഷനുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് ബി വൺ വിത്ത് ദ സ്പീക്കർ. ആസ്ക് ക്വസ്റ്റ്യൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഡൗട്ടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ചിലപ്പോൾ ഉറക്കമൊക്കെ വരും കുറേ നേരം ഉണ്ടാതിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതൊക്കെ ചോദിക്കുന്നതിലൂടെ വി ക്യാൻ അവോയ്ഡ് സ്ലീപ്പ് ആൻഡ് അവർ ലേസിനെസ്. ഫീഡ്ബാക്ക് അല്ലേ, മറുപടികൾ പറയുക, അല്ലെങ്കിൽ എന്താണ് ഡൗട്ട് ചോദിക്കുക. ദെൻ യൂസ് പൊലൈറ്റ് വേർഡ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ്, കെൻ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, കെൻ ഐ ആസ്ക് യു എ ഡൗട്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ പൊലൈറ്റായിട്ട് വളരെ മര്യാദയോടുകൂടെ ഉള്ള വാക്കുകൾ യൂസ് ചെയ്യുക. മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട്. മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണ്, സ്പീക്കറിനെ നോക്കിയാൽ മാത്രമേ നമുക്ക് എന്താണ് സ്പീക്കറിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. അല്ലാതെ വേറെ എവിടെയെങ്കിലും നോക്കിയിരുന്നാൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. സോ മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടു ഇംപ്രൂവ് യുവർ ലിസണിങ് സ്കിൽ. Let's analyze which are the listening etiquette. Etiquette means the rules that you should follow for effective listening. The first one is that do not interrupt the speaker. ഒരാൾ വർത്തമാനം പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വർത്തമാനം പറയുക, ദാറ്റ് ഈസ് ഇൻറ്ററപ്റ്റിംഗ് ദ സ്പീക്കർ. അപ്പോൾ സ്പീക്കർ പറയാനുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് പറയില്ല. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് വിൽ എഫക്റ്റ് യുവർ ലിസണിങ് സ്കിൽ. ഡു നോട്ട് ബി ജഡ്ജ്മെൻറ്റൽ. ഇപ്പം ഇവരിപ്പോൾ എന്താ പറയാൻ പോണ്, അങ്ങനെ ഒരു പ്രജുഡൈസ് വ്യൂവിൽ അല്ലെ, ഒരു മുൻവിധിയോടുകൂടെ ഒരു ലെക്ചർ കേൾക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ലിസണിങ് സ്കില്ല് കുറയും, കാരണം നമ്മൾ ശ്രദ്ധിക്കില്ല. ഡു നോട്ട് ബി ഡിസ്റ്റർബ്ഡ്. നമ്മൾ വളരെ പീസ്ഫുൾ ആവണം, മൈൻഡ് പീസ്ഫുൾ ആയിട്ട് മാത്രമേ നമ്മളൊരു കാര്യം ലിസൺ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമുക്ക് നമ്മുടെ ലിസണിങ് സ്കില്ല് കൂട്ടാം, അല്ലെങ്കിൽ വി ക്യാൻ കോൺസെൻട്രേറ്റ് അപ്പോൺ ദ തിങ് ദാറ്റ് ദ സ്പീക്കർ ഈസ് ടെല്ലിങ്. ഡു നോട്ട് സ്പീക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്പീക്കർ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, കേട്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ നമ്മൾ വർത്തമാനം പറയരുത്. ഡു നോട്ട് ബാർജ് ഇൻ ടു എ കോൺവെർസേഷൻ. ബാർജ് ഇൻ ടു മീൻസ് ഇൻട്രൂഡ് ടു എ കോൺവെർസേഷൻ. അതായത് രണ്ടുപേര് വർത്തമാനം പറയണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇടിച്ചു കയറി വർത്തമാനം പറയുക, ആ രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ഒന്നും ഇറ്റ്സ് എഗെയിൻസ്റ്റ് ദി എറ്റിക്വേറ്റ് ഓർ റൂൾസ്, എഗെയിൻസ്റ്റ് ദ റൂൾസ്. ഓക്കെ. Problems affecting the listening. Sometimes there are listening barriers. It may be due to learning disabilities like dyscalculia. Dyscalculia means problem with the mathematical writings or maths. ചെറിയ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിപ്പോകുന്ന, ചെറിയ കണക്ക് കൂട്ടലായിരിക്കും, പക്ഷേ അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തെറ്റിക്കുന്ന ഒരു അവസ്ഥ. ഡിസ്ഗ്രാഫിയ, എഴുതാനുള്ള ബുദ്ധിമുട്ട്. ദെൻ നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി അല്ലേ, അതുപോലെ തന്നെയുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആളുകളുണ്ടാവും. ഓറൽ റിട്ടൺ ലാംഗ്വേജ് ഡിസോർഡർ, ഒരു പക്ഷേ എന്താണ് എഴുതാൻ അറിയാത്ത ആളുകളുണ്ടാവും, ചിലപ്പോൾ പറയാനും അറിയില്ല, ചില സമയത്ത് അവർക്ക് എന്താണ് ചില കാര്യങ്ങൾ പറയാനും കിട്ടില്ല. അങ്ങനത്തെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് എന്താണ് ലിസണിങ് സ്കിൽ, ഇറ്റ് വിൽ എഫക്റ്റ് ദെയർ ലിസണിങ് സ്കിൽ. ദെൻ ഫസ്റ്റ് ജനറേഷൻ ലേണർ. The first generation students are the students who receive education will not have any learning support from the family. അതായത് ഫാമിലിയിൽ ബാക്കി ആരും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സപ്പോർട്ടും ഇല്ലാതെ, അതായത് ചെറുപ്പം മുതലേ പഠിപ്പിക്കാനൊന്നും വീട്ടിലൊന്നും ആരും ഇല്ലാത്ത അവസ്ഥ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ജനറേഷൻ ലേണർ. അപ്പോൾ അവർക്ക് എന്താണ്, there will be a problem with their listening skill. Then linguistic barrier. ഇപ്പോൾ ഒരാൾ ഫ്രഞ്ചിൽ ഇങ്ങനെ നിന്ന് വർത്തമാനം പറയണമെങ്കിൽ വി കനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇറ്റ് വിൽ എഫക്റ്റ് അവർ ലിസണിങ് സ്കിൽ. അപ്പോൾ അതാണ് ലിംഗ്വിസ്റ്റിക്, ലാംഗ്വേജ് ബാരിയർ. ഫിസിക്കൽ ബാരിയർ ഈസ് ദ ഫിസിക്കൽ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ദ പേഴ്സൺ ഹാസ് ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസസ് ടു ലേൺ, ഇറ്റ് വിൽ ഡിഫിക്കൽട്ട് ഫോർ ദം ടു കണ്ടിന്യൂ ദെയർ എഡ്യൂക്കേഷൻ അല്ലേ. ആളുകൾക്ക് ബസ്സിൽ ഒരുപാട് പോവുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു ലേണിംഗ് അല്ലെങ്കിൽ ലിസണിങ് ബാരിയറായിട്ട് നമുക്ക് പരിഗണിക്കാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഫിസിക്കൽ ബാരിയർ, നമ്മൾ ക്ലാസ്സിൽ ദൂരെയാണ് ഇരിക്കുന്നത് വിചാരിച്ചാൽ, അതായത് സ്പീക്കറിനേക്കാളും ഒരുപാട് വിട്ടിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ കേൾക്കില്ല വാട്ട് ദ സ്പീക്കർ ഈസ് ടെല്ലിങ്. അപ്പോൾ ആ സമയത്തും വി കനോട്ട് കോൺസെൻട്രേറ്റ് അപ്പോൺ ദ ലെക്ചറർ ഓർ ഇറ്റ് വിൽ എഫക്റ്റ് യുവർ ലിസണിങ് സ്കിൽ. The next one is technological unawareness. ഇപ്പോൾ ഒരു വീഡിയോ ക്ലാസ് ആണ്, നമുക്ക് ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യാമെന്നറിയില്ല. അപ്പോഴും നമുക്ക് എന്താണ്, എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത്
എന്താണ് റാറ്റിഫൈ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മുടെ ലിസണിങ് സ്കിൽ കുറയും, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ലിസണിങ് എഫക്റ്റ് ചെയ്യും അത്. How to develop your learning skills? Communication skill. Improve your communication skill. Then you can develop your language skill. അല്ലേ? അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടും. Then thinking process. Critical thinking and creative thinking will help you have a better perspective on the world around us. അപ്പോൾ നമ്മൾ തിങ്കിങ് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എല്ലാം വിമർശനാത്മക ബുദ്ധിയോടുകൂടെ കാണാം. അപ്പോൾ അത് നമ്മുടെ ആ ഒരു ലിസണിങ് സ്കിൽ, എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമുക്കുണ്ടാവും. റിസർച്ച്, ഏത് കാര്യങ്ങളും കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, റിസർച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോഷ്യൽ ഇൻറ്ററാക്ഷൻ, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക. അപ്പോൾ അവരുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുന്നതിലൂടെ വി ക്യാൻ ഡെവലപ്പ് അവർ ലിസണിങ് സ്കിൽസ്. അതുപോലെ തന്നെ എംപതറ്റിക്കൽ ലിസണിങ് ഒക്കെ അവിടെ ഉണ്ടാവും. സെൽഫ് മാനേജ്മെൻറ്റ്, മേക്ക് നോട്ട്സ് ഓഫ് യുവർ ഡെയിലി ടാസ്ക്. അതുപോലെ തന്നെ എന്താണ് ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ലിസണിങ് സ്കില്ലും കൂടും. ടു ഡു ലിസ്റ്റ് പറഞ്ഞു വെച്ചാൽ നമുക്കിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എവിടെയെങ്കിലും പോയിൻ്റായിട്ട് എഴുതി വയ്ക്കുക, ചെയ്ത കാര്യങ്ങൾ ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു കാര്യവും വിട്ടുപോവില്ല. ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയല്ലേ, അത് മറന്നുപോയി, ഇത് ചെയ്തപ്പോൾ അത് മറന്നുപോയി. അപ്പോൾ ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ദാറ്റ് ഈസ് സെൽഫ് മാനേജ്മെൻറ്റ്. റിമൂവ് ഒബ്സ്റ്റാക്കിൾസ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഈ നമ്മുടെ ലിസണിങ്ങിന് എന്താണ് ബുദ്ധിമുട്ട്, ആ ഒബ്സ്റ്റാക്കിൾസ് റിമൂവ് ചെയ്യുക. മെൻ്റൽ ഒബ്സ്റ്റാക്കിൾസ് വിൽ ബി ദെയർ, അതും നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അത് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യുക. കീപ്പ് യുവർ സെൽഫ് പ്രിപ്പയർഡ്, എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ എന്താണ് പഠിക്കുക. തലേ ദിവസം ഒരു ലെക്ചർ ആണെന്നുണ്ടെങ്കിൽ, അത് ക്ലാസ്സിൽ നമ്മൾ ലിസണിങ് സ്കില്ല് കൂട്ടാനാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം എടുത്ത കാര്യങ്ങൾ പഠിച്ചു ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ ലിസണിങ് സ്കിൽ. ദെൻ ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്, അല്ലേ? ഡൗട്ട് ഉണ്ടാവുമ്പോൾ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്യാം. പിന്നെ അതിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പിന്നെ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യാൻ പറ്റില്ല. എസ്റ്റാബ്ലിഷ് യുവർ ലേണിംഗ് സ്റ്റൈൽ. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഓഫ് ലേണിംഗ് ഉണ്ടാവും. ചിലർ ഉറക്കം വായിക്കും, ചിലർ മനസ്സിൽ വായിക്കും, അല്ലേ? ചിലർ എഴുതി പഠിക്കും. സോ ഐഡൻറ്റിഫൈ ഇൻ വിച്ച് മെത്തേഡ് യു ക്യാൻ ഇംപ്രൂവ് യുവർ ലേണിംഗ് സ്കിൽസ്. അതിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാറുക, അല്ലെങ്കിൽ മോഡുലേറ്റ് യുവർ സെൽഫ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വി ക്യാൻ ഇംപ്രൂവ് അവർ learning skills. So dears, we have completed this unit, that is which is the first unit of the block 2 or second block. Hope you have understood this video. After listening to the video, please write down notes. Okay, അപ്പോൾ നമ്മൾ എന്ത് കേട്ടാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നോട്ട് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൽ പറയുന്നത് തന്നെ അതാണല്ലോ, ലിസണിങ് സ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്നതിനോടൊപ്പം എഴുതുകയും ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ ലിസണിങ് സ്കിൽ. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ ഡിയേഴ്സ്, ഇറ്റ് ഈസ് ടൈം ടു ലീവ്. ബിഫോർ ദാറ്റ് ഐ ഹാവ് ടു ടെൽ വൺസ് മോർ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എങ്ങനെയെങ്കിലും മോഡുലേഷൻസ് വരുത്തണം, ക്ലാസ്സിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഐ ഹാവ് ടു സേ ദാറ്റ് യു പീപ്പിൾ ആർ വെരി സപ്പോർട്ടീവ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.